നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. എന്താണ് അവർ ഈ ഒരു റിലേഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിക് അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും ഈ റീഡിങ് റെസിനേറ്റ് ആയിക്കൊള്ളുന്നില്ല. ഇനി ഈ റീഡിങ് കാണുന്നവർക്കൊക്കെ അവരുടെ പേഴ്സൺ തിരിച്ച് വന്നോളൊന്നുമില്ല. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും കൂടി ചെയ്യുമ്പോഴേ റിലേഷൻ സക്സസ് ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ റീഡിങ് കാണുക മാത്രം ചെയ്തിട്ട് കാര്യമില്ല. റീഡിങ് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. എൻ്റെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആദ്യം വേണം. അതുപോലെ തന്നെ നിങ്ങളിത് യൂണിവേഴ്സൽ എനർജി വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് റീഡിങ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന നിങ്ങളുടെ ചിന്തകളും ഇമോഷൻസും ഒക്കെ പോസിറ്റീവായിരിക്കണം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ഇമോഷൻസും നിങ്ങൾ യൂണിവേഴ്സിലോട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഇത് നിങ്ങൾക്ക് മാനിഫെസ്റ്റായി വരുള്ളൂ. അല്ലാതെ നിങ്ങൾ റീഡിങ് കണ്ടു, ആ സമയത്ത് മാത്രം ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടായി, അതിനുശേഷം നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ഈ റിലേഷനെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പോയതിൽ നിങ്ങൾ വിഷമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പെയിനാണ് നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പെയിനാണ് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് തിരിച്ച് ഇങ്ങോട്ടും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ഇരുന്ന് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പെയിൻഫുള്ളായിട്ട് ചിന്തിച്ച് നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങോട്ട് മാനിഫെസ്റ്റ് ആവും. അതാണ് സംഭവിക്കുക. അല്ലാതെ നമ്മൾ റീഡിങ് കണ്ടു എന്ന് കരുതി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്ന് പറയാൻ പറ്റില്ല. അവിടെ നിങ്ങളിൽ മാറ്റങ്ങൾ വരണം. നിങ്ങൾ മാറാതെ ഒന്നും മാറ്റം വരില്ല കേട്ടോ. ഈ പോസിറ്റീവായിട്ടുള്ള റീഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ പിന്നീട് മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സൺ വരും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വരും എന്നുള്ള ഒരു ഇമോഷനാണ് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലോട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, അതിന് പകരം നിങ്ങൾ റീഡിങ് കാണുന്ന സമയത്ത് ഓക്കെ ഹാപ്പിയായി, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ഇമോഷണലി ഡൗൺ ആയി, നിങ്ങൾ പെയിൻഫുള്ളായിട്ട് ഈ പേഴ്സൺ എന്നിലേക്ക് വന്നില്ലല്ലോ, അവരെന്നെ വിട്ടുപോയല്ലോ എന്നുള്ള പെയിനാണ് യൂണിവേഴ്സിലോട്ട് കൊടുക്കുന്നത്. ആ ഒരു ചിന്തയും ആ ഒരു ഇമോഷനുമാണ് നിങ്ങളിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരില്ല. ഓക്കെ, വരില്ല എന്നല്ല, ചിലർക്ക് വരാൻ സ്പീഡപ്പായിട്ട് വരാനുള്ള ചാൻസ് ഉള്ള റിലേഷൻ ആണെങ്കിൽ പോലും അത് ഡിലേ ആവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളാണ് ക്രിയേറ്റർ. അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നമ്മളുടെ ലൈഫിൻ്റെ ക്രിയേറ്റർ നമ്മളാണ്. ഒരു 100%-ൽ 90% നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാക്കി 10% മാത്രമാണ് നമ്മൾ വിധി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിങ് കാണാം. ഓക്കെ, ആദ്യം തന്നെ ഉപദേശം ആയതിൽ സോറി കേട്ടോ. Page of Cups, Strength, the Fool, Six of Pentacles, Lovers ആണ്, Two of Pentacles, the World, Justice, King of Cups, Death and Rebirth.
forgiveness, missed opportunity, time, soul tie, conversation, commitment, overwhelmed, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. അവർ ലെസ് കോണ്ടാക്റ്റിലോട്ട് പോയാലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അവർ കൺഫ്യൂസ്ഡ് ആണ്. അവർ കൺഫ്യൂസ്ഡ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ പൊസസീവ് ആയിട്ടാണ് ഈ റിലേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോറി, സെൽഫിഷ് അല്ല, പൊസസീവ് ആയിട്ട്. നിങ്ങൾ ഈ പേഴ്സണെ എപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഒരു കാര്യം ചോദിച്ചു, വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും ചോദിച്ചു, അങ്ങനെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ അവരോട് ഓരോരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ അവർക്കപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ടാണ് ഈ റിലേഷനിൽ തോന്നുന്നത്. ഓക്കെ, ഈ റിലേഷൻ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആയിട്ട് വരണം എന്നുള്ള ആഗ്രഹം നിങ്ങളുടെ പേഴ്സണുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു പൊസസീവ് മൈൻഡ് സെറ്റ്, നിങ്ങൾ പൊസസീവ് ആയിട്ടാണ് ഈ റിലേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ലവേഴ്സ് കാർഡ് ഒരുപാട് രണ്ടുപേരും ഇമോഷണലി ഫിസിക്കലി ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അങ്ങനെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ഈ റിലേഷനിൽ പൊസസീവ്നെസ് കാണിക്കുന്നു. അവരുടെ പല കാര്യങ്ങളിലും നിങ്ങൾ ഒരുപാട് ഇൻവോൾവ് ചെയ്തിട്ട് പല കാര്യങ്ങളും നിങ്ങളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടും നിങ്ങൾ പല കാര്യങ്ങളും അവരിൽ നിന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് നിൽക്കുന്നൊരു പേഴ്സണായിട്ട് കാണുന്നില്ല. ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജിയാണ് കാണിക്കുന്നത്. സ്നേഹം, നന്നായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ്. സ്നേഹവും റെസ്പെക്റ്റും എല്ലാം ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇവർ. പക്ഷേ ഇവർ ഒരുപാട് അങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇവരെ ഇങ്ങനെ എപ്പോഴും ഇവിടെ കണ്ടോ ഓവർവെൽമഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് അവർ ഒരു ടെൻഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അവർക്കൊരു മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോഴും ഇവരെ കുറച്ച് പൊസസീവായിട്ട് ഇവരുടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഈ റിലേഷനിൽ നിങ്ങൾ അവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ടൈം മുഴുവൻ നിങ്ങൾ ചെയ്യുന്നത് ഇവരെ ഒരു കുറ്റാന്വേഷണം നടത്തുന്ന പോലെ എപ്പോഴും ഇവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവർക്കാണെങ്കിൽ അതിന് ഒരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിത്വമാണ് ഇവരെന്ന് കാണിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് ഷെയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഇവർക്ക് ആഗ്രഹമില്ല. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് എത്തിയതിന് ശേഷം അവർക്കത് പറയണം എന്നുണ്ടാവാം. അവർ സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസും കാണിക്കുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ളതാണ്. അതായത് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻ ഒരു കമ്മിറ്റഡ് ആയിട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഈക്വലി ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സണാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരുപാട് പൊസസീവായിട്ട് അവരോട് ബിഹേവ് ചെയ്യുന്നത്, അവർ പല കാര്യം അവർക്ക് കുറച്ചൊരു കുറച്ച് സ്വാതന്ത്ര്യം അവർക്ക് വേണം, കുറച്ച് സ്പേസ് അവർക്ക് വേണമെന്നുണ്ട്. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്പേസ് എങ്കിലും അവർക്ക് വേണമെന്ന് ആഗ്രഹമുള്ള പേഴ്സണാണ്. പക്ഷേ അതിന് നിങ്ങൾ സമ്മതിക്കാതെ നിങ്ങളിങ്ങനെ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇൻവോൾവ്ഡ് ആവുക, അവരുടെ പല കാര്യങ്ങളും അവർ പറയാതെ തന്നെ നിങ്ങൾ അവരുടെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരു ടെൻഷനും ഒരു അസ്വസ്ഥതയൊക്കെ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് ഇവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്. തൽക്കാലത്തേക്കുള്ള ഇവിടെ ഒരു എൻഡിങ് മാത്രമായിട്ട് ഇതിന് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു എൻഡിങ് വന്നത് നിങ്ങളുടെ ഡിസ്റ്റർബൻസ് കൊണ്ടാണ്. നിങ്ങൾ അവരെ എപ്പോഴും ഒരു ചോദ്യം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ കുറച്ച് പൊസസീവായിട്ട് ഇവരോട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ടും ആണ് സത്യം പറഞ്ഞാൽ അവർക്ക് ഈ റിലേഷനിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ ഈ പോസസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് നിങ്ങളോട് സന്തോഷമായിട്ട് സംസാരിക്കാനോ ഹാപ്പി ആയിട്ട് നിങ്ങളോട് ഇടപഴകാനോ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷനിൽ സന്തോഷം കിട്ടുന്നില്ല, അതുപോലെ തന്നെ അവർക്കും കിട്ടുന്നില്ല.
ഓക്കെ, ഇവിടെ രണ്ട് പേരുടെയും ഇടയിൽ സന്തോഷം എന്ന് പറയുന്ന കാര്യമില്ല. ഈ റിലേഷനിൽ രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കാണെങ്കിലും പറ്റുന്നില്ല, അവർക്കാണെങ്കിലും പറ്റുന്നില്ല. രണ്ടുപേരും ഇവിടെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം നിങ്ങൾ ഇവരെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ നിങ്ങളെ വിട്ടു പോകുന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഇവരോട് പൊസസീവായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു പൊസസീവ്നെസ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയ്ക്കുള്ള സ്നേഹത്തെയാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഇവിടെ ഈ റിലേഷനിൽ ദ ഫുൾ കാർഡ് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, കമ്മിറ്റ്മെൻറ്റിലോട്ട് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു റിലേഷനാണ് ഇതെന്ന് കാണിക്കുന്നത്. അതുപോലെ സോൾട്ടായി എന്ന് കാണിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും ഒരു ആത്മബന്ധമുള്ള റിലേഷനാണ്, ഒരു സോൾ കണക്ഷനുള്ള റിലേഷനാണ്. അതുപോലെ തന്നെ കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങൾ വിളിക്കും. നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അവർ വിളിക്കാതിരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം അവർക്ക് ആ ഒരു സ്നേഹം അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങളെ ശരിക്കും അവർ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് തന്നെ ഡൗട്ടാണ്. കാരണം ഈ ഒരു പൊസസീവ്നെസ് കൊണ്ട് അവർക്കൊരു അകൽച്ച അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റ് ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത് എന്നുള്ളതാണ്. അവർ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഇത്രയും വിഷമം അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഒക്കെയാണ് ഈ റിലേഷനിൽ കിട്ടുന്നത്. എപ്പോഴും പൊസസീവായിട്ടുള്ള സംസാരവും ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത ഇടപഴകലുകളാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ റിലേഷനിലൊരു സന്തോഷം കിട്ടാത്തത് കൊണ്ട് തന്നെ ശരിക്കും നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും അവർക്ക് അറിയുന്നില്ല. അവർക്ക് ആ ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ്. അവർ തന്നെ അവരെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്കും ഈ റിലേഷനിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ റിലേഷനിലൊരു ഇവിടെ ജസ്റ്റിസ് കാർഡ് ഉണ്ട്. അവർ നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുകയോ ചതിക്കുകയോ ഒന്നും അവർ ചെയ്യില്ല. അവർക്ക് അങ്ങനെ അതിനാഗ്രഹമില്ല. നിങ്ങളെ ഒരു പെയിൻഫുൾ ആയിട്ട് വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു റിലേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ കിട്ടേണ്ട സന്തോഷം അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഡിറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. ഇവിടെ ഈ റിലേഷനിൽ സത്യം പറഞ്ഞാൽ അവർ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ റിലേഷനിൽ വേണമെന്ന് ആഗ്രഹിച്ചാണ് അവർ റിലേഷനിൽ നിന്നിട്ടുള്ളതും ഈ റിലേഷനിലോട്ട് വന്നിട്ടുള്ളതും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ഒരു ഫൊർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് അവർ ഫൊർഗീവ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ആ സമയത്ത് ഈ പേഴ്സണോട് നിങ്ങൾ ക്ഷമ ചോദിക്കണം. അതായത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് നിങ്ങൾ ഇവരെ പൊസസീവായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് ക്ഷമ ചോദിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡ് കാണിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് റിലേഷനിൽ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, ഞാൻ ഇത്രയും പൊസസീവ് ആവാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ പേഴ്സൺ പോയത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് നിങ്ങൾ ഇവരോട് അതുപോലെ വേണം പെരുമാറാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു പൊസസീവ് ടെൻഡൻസി ഒക്കെ മാറ്റി വെച്ച് വേണം നിങ്ങൾ ഇവരുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ റിലേഷൻ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് വന്നത് നല്ല കാര്യമായിട്ട് വേണം കരുതാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഇങ്ങനൊരു ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴാണ് രണ്ടുപേരും പരസ്പരം എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ റിലേഷൻ നിൽക്കുമ്പോൾ രണ്ടുപേരും പൊസസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ പൊസസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളോട് എത്രമാത്രം അവർക്ക് സ്നേഹമുണ്ടെന്ന് അവർക്കും അറിയില്ല. നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും അറിയില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു സന്തോഷം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ചയിൽ നിങ്ങൾ തമ്മിൽ എത്രമാത്രം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. ആ ഒരു സമയം ആകുമ്പോഴേക്കും നിങ്ങളുടെ റിലേഷൻ ഒന്നുകൂടി സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ ഒന്നുകൂടി സ്ട്രെങ്തൻ ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിൽ ചേഞ്ചസ് വരും എന്നാണ് കാണിക്കുന്നത്. ബി അസർട്ടീവ് എന്ന് കാണിക്കുന്നുണ്ട്. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് കാണിക്കുന്നത്. റിലേഷൻ നിങ്ങൾ എൻഡ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്.
ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. ഈ നോക്കേണ്ട സിറ്റുവേഷൻ ഇംപ്രൂവ് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത്. ടേക്ക് ആക്ഷൻ എന്നാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ വേണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ട ആക്ഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പൊസസീവ് ആവാതെ ഈ പേഴ്സണെ അൺകണ്ടീഷണൽ ആയിട്ട് വേണം നിങ്ങൾ സ്നേഹിക്കാൻ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എൻ, ലെറ്റർ ഡി, ഡിസംബർ 1993, മാർച്ച്, സെപ്റ്റംബർ, തൃക്കേട്ട, ജനുവരി, അശ്വതി, ആയില്യം, ഭരണി, ലെറ്റർ യു, ലെറ്റർ എച്ച്, ലെറ്റർ എം, ലെറ്റർ എസ്, ലെറ്റർ ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.